നമസ്കാരം. പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പം പറക്കം തളിക എന്നാണ് പേര്. അതായത് പറക്കം തളിക എന്ന് അതിനകത്ത് പ്രൊമോയിൽ കണ്ടത് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവർക്കും ഓരോ കളറുള്ള ബാസ്ക്കറ്റ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് കുറേ ബോളുകൾ ഇങ്ങനെ മോളിൽ നിന്ന് ഇടുന്നുണ്ട്. ആരാ ഇടുന്നത് നമുക്കറിയില്ല. ക്രൂ മെമ്പേഴ്സ് ഇടുന്നു. അത് പിടിച്ചെടുക്കണം. അപ്പോൾ ഓരോ കളറുള്ള ബോൾസ് ആണ് വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ പോയിന്റ് കാണുമായിരിക്കും. ഇപ്പം ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കേണ്ടത്, ഗ്രൂപ്പ് കളിയല്ല. ഇതിനകത്ത് പലർക്കും പരുക്ക് പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ലക്ഷ്മിയെ പോലുള്ളവർ എന്താ ചെയ്യുന്നത്, അവർ 50 സെന്റിമീറ്റർ മാറ്റി നിർത്തിയല്ലേ എല്ലാവരെയും നിർത്തുകയുള്ളൂ. അതുകൊണ്ട് പുള്ളി ഇരിക്കാരി ഇനി എങ്ങനെ കളിക്കുന്ന അറിയില്ല. പിന്നെ ഈ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും ചെളിവേരിയടിയിലും ഒക്കെ ഉണ്ടാവും. മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ടാവും, അറിയാതെ ചെയ്യുന്നവരുണ്ടാവും. അനീഷ് എന്ന് വീഴുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഷാനവാസുമായിട്ട് ബോൾ തട്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പത്തെ ടാസ്ക് ഒക്കെ കുറച്ച് ടഫായിരിക്കും എന്നാണ് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നത്. അപ്പം എന്തായാലും നല്ല ടാസ്ക്കാണ്. അതുപോലെ രാവിലെ നെവിന്റെ ഒരു സുംബ എക്സസൈസിന്റെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. എല്ലാവരെയും കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും പുള്ളിക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യിപ്പിക്കാന്ന്, ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ ബിഗ് ബോസ് പുള്ളിക്കാരനെ അങ്ങ് അഴിച്ചു വിട്ട പോലെ ആയിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലക്ഷ്മിയെയും ഷാനവാസിനെയും കൊണ്ട് കപ്പിൾ ഡാൻസ് ആണ് കളിപ്പിച്ചത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വേറെ ആരെ കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിച്ചില്ല, ലക്ഷ്മിയെ കൊണ്ട് പ്രത്യേകം ചെയ്യിപ്പിച്ചു. അപ്പം ലക്ഷ്മിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ ലക്ഷ്മി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടാസ്ക് ആണ്, ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ലക്ഷ്മിക്ക് അത് ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല. ലക്ഷ്മി അത് ചെയ്തു. അപ്പം ഇന്നലത്തെ ആര്യനെ ക്യാപ്റ്റൻസി മാറ്റാനുള്ള ദേഷ്യം അതെല്ലാം കൂടെ തീർത്ത്, പഴയ ആ സംസാരം എല്ലാം കൂടെ തീർത്ത് നെവിൻ അത് നന്നായിട്ട് എല്ലാം അറിഞ്ഞു കണ്ട് കളിക്കുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇവൻ നെവിനാണ് ഈ ബിഗ് ബോസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്കൊരു ധാരണ. കാരണം നെവിൻ കൂടി ഇല്ലെങ്കിൽ അതിനകത്ത് ഒന്നുമില്ല, ഒരു അനക്കവും ഇല്ല. അതേപോലെ തന്നെ ഷാനവാസിനെ ഒന്ന് പറഞ്ഞു ഒന്ന് മയപ്പെടുത്താൻ ആദില അവിടെ എവിടെയൊക്കെ നിന്ന് ശ്രമിക്കുന്നുണ്ട്. ടോയ്ലറ്റിന് മുമ്പിൽ നിന്ന് ഷാനവാസി സംസാരിക്കാൻ സമയം ഉണ്ടാവുമോ എന്നൊക്കെ തമാശ രീതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങി വരട്ടെ, അല്ലെങ്കിൽ സമയം കിട്ടത്തില്ല, ടാസ്ക് വന്നാൽ പ്രശ്നമാകും, പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ്. കാരണം ഇന്നലെ ആദില പല പ്രാവശ്യം ദൈവത്തിനേക്കാത്ത കാര്യമല്ല, അവർക്കൊന്നും അത് ഇല്ലാത്തോണ്ടായിരിക്കും കൃത്യ കാര്യമാണ് കാണിച്ചത്. കാരണം ഇത്രയും നാൾ കൂടെ എന്നിട്ട് അയാളെ പോയി നോമിനേറ്റ് ചെയ്തു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, 100 ഉൾപ്പെടെ പറഞ്ഞു നടക്കുന്നത് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടില്ലെന്നാണ്. പക്ഷെ പുള്ളിക്കത് മനത്തറിയുകയും ചെയ്തു, മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ടാസ്ക് കുറച്ച് ടഫായിരിക്കും. നമുക്ക് കാണാം, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.